പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ, അതായത് കള്ളാടിയിൽ അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസവും ന്യൂസ് ടൈംസ് പങ്കുവച്ചൊരു വാർത്തയുണ്ട്. അതായത് മനുഷ്യനിർമ്മിതമായ ഒരു അപകടമായിരുന്നോ കള്ളാടിയിൽ സംഭവിച്ചത് എന്നുള്ളതാണ്. നിബന്ധനകൾ കൃത്യമായി പാലിക്കാതെ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിയതാണോ ഈ അപകടത്തിന് കാരണം? അതാണ് കണ്ടെത്തേണ്ടത്. അതിനുശേഷം ഇതാ നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ നിരവധിയായ കോറികൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കോറികളൊക്കെ പലപ്പോഴും നിരന്തരമായി നിർദ്ദേശങ്ങളും ചട്ടങ്ങളും ഒക്കെ ലംഘിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലൊരു വാർത്ത ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. അതിൽ ഭരണകൂടത്തിൻ്റെ ഇടപെടൽ ഉണ്ടാവുകയും അങ്ങനെ ആ ഭീതി പരത്തുന്ന പ്രദേശത്ത് നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ ഭരണകൂടം തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ ദുരന്ത ഭീതി ഉയർത്തി കാസർഗോഡ് ചെറുവത്തൂരിലെ വീരമലക്കുന്ന്. ഓരോ മണ്ണിടിച്ചിൽ ദുരന്ത വാർത്ത കേൾക്കുമ്പോഴും ചെറുവത്തൂരിൻ്റെ നെഞ്ചിടിപ്പും വർദ്ധിക്കുകയാണ്. 6 വരി ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അശാസ്ത്രീയമായ രീതിയിലുള്ള പ്രവൃത്തികൾ ആണ് ചരിത്ര പ്രാധാന്യമുള്ള വീരമലക്കുന്നിനെ ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചിട്ടുള്ളത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ന്യൂസ് 18 വീരമലക്കുന്നിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച അപകടാവസ്ഥ റിപ്പോർട്ട് ചെയ്തത്. ദിവസങ്ങൾ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴും അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. വലിയ തോതിൽ അപകട ഭീഷണി ഉയർത്തി ഏത് സമയത്തും മണ്ണിടിച്ചിൽ ഉണ്ടാകുമെന്ന ഭീഷണി തന്നെയാണ് ഇപ്പോഴും ഇവിടെയുള്ളത്. നിരവധി വീടുകൾ ഇതിന് സമീപത്തായി ഉണ്ട്. അതോടൊപ്പം 100 കണക്കിന് വാഹനങ്ങൾ ദിവസവും കടന്നു പോകുന്ന ദേശീയ പാത കൂടിയാണിത്. എന്തായാലും അധികൃതരുടെ ശ്രദ്ധ അടിയന്തരമായി ഇവിടെ പതിയേണ്ടിയിരിക്കുന്നു. കാരണം അപകടം ഉണ്ടായിട്ട് കണ്ണു തുറന്നിട്ട് കാര്യമില്ല. അതിനു മുമ്പ് തന്നെ പലതരത്തിൽ ഈ നാട്ടുകാർ ഉൾപ്പെടെ ഇതിൽ വലിയ പ്രതിഷേധമുയർത്തി നമ്മൾ ഉൾപ്പെടെ വാർത്ത റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ഇതൊന്നും അധികൃതരുടെ കണ്ണ് തുറക്കുന്നില്ല. ഇപ്പോഴും ഇവിടെ വരുമ്പോൾ വലിയ അപകടാവസ്ഥ തന്നെയാണ്. മലയുടെ മുകളിൽ വലിയ തോതിൽ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥ. എന്തായാലും ഇത് അടിയന്തര ശ്രദ്ധ പതിയേണ്ട ഒരു കാര്യം തന്നെയായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഓരോ മണ്ണിടിച്ചിൽ ദുരന്ത വാർത്തയെത്തുമ്പോഴും ചെറുവത്തൂരിന്റെ ഉള്ള് പിടയുകയാണ്. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും ചെറുവത്തൂർ വീരമലയ്ക്ക് സമീപത്തുകൂടി യാത്ര ചെയ്യുന്നവരെയും നാട്ടുകാരെയും ഏറെ ഭയപ്പെടുത്തുന്നു. വീരമലക്കുന്നിലെ മണ്ണിടിച്ചിൽ തടയുന്നതിനായി സുരക്ഷ ഒരുക്കുന്നതിലെ നിർമ്മാണ കമ്പനിയുടെ നിസ്സംഗതയാണ് നാട്ടുകാരെ ആശങ്കപ്പെടുത്തുന്നത്. തട്ടുതിരിക്കലും സുരക്ഷയൊരുക്കലും അനന്തമായി നീളുന്നതാണ് ആശങ്കയ്ക്കിടയാക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈ 28 രാവിലെയാണ് വീരമലക്കുന്നിൽ നാടിനെ നടുക്കിയ മണ്ണിടിച്ചിലുണ്ടായത്. ഇടിഞ്ഞു വീണ മണ്ണ് ദേശീയപാതയ്ക്ക് മറുകര വരെ എത്തിയിരുന്നു. അന്ന് മണ്ണിനടിയിൽപ്പെട്ട വാഹനയാത്രികർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ജില്ലാ കലക്ടർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പ്രഖ്യാപിച്ച നടപടികളൊന്നും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. 7 മാസത്തോളമായി ഈ ഭൂവസ്ത്രം ഇരിക്കുന്ന നെയിലിങ്ങിൻ്റെ പണി തുടങ്ങിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും ദുരന്തം ഉണ്ടായിട്ടോ കുന്നിടിഞ്ഞ് വലിയ ഹൈവേ ബ്ലോക്കായിരുന്നു. പക്ഷെ എന്നിട്ടോ ഈ 7 മാസം വർക്ക് ചെയ്തിട്ടോ ഇടിയുന്ന ഭാഗത്ത് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇടിയാൻ സാധ്യതയില്ലാത്ത ഭാഗത്ത് അവർ ചൂടി ഭൂവസ്ത്രമൊക്കെ ധരിച്ച് നെയിലിങ്ങൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഗൗരവം ആരും ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുന്നിൽ തട്ടുതിരിച്ച് സോയിൽ നെയിലിങ്ങും ഇരുമ്പുവലകൾ ഭൂവസ്ത്രമായി ഉറപ്പിച്ച് രാമച്ചം വെച്ച് പിടിപ്പിക്കുന്ന പദ്ധതിയുമാണ് ഇവിടെ നടപ്പാക്കുന്നത്. ഇതിനായി 2.47 ഏക്കർ ഭൂമിയും അനുവദിച്ചു. കാലവർഷം എത്തുന്നതിന് മുമ്പ് പദ്ധതി പൂർത്തിയാക്കണമെന്നാണ് ദേശീയപാത അതോറിറ്റിക്കും കരാർ കമ്പനിക്കും നിർദ്ദേശം നൽകിയത്. മഴയെത്തിയിട്ടും പദ്ധതി എങ്ങും എത്തിയിട്ടില്ല. അപകടത്തിന് സാധ്യതയില്ല ഒരു പ്രദേശം തന്നെയാണ്. ഇക്കൊല്ലം മഴ കുറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ മണ്ണ് ഇങ്ങനെ നിൽക്കുന്നത്. ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ മഴ നല്ല രീതിയിൽ പെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഇതേ രീതിയിൽ പൊട്ടിയിട്ട് മണ്ണ് അപകടം വന്നിരുന്നു. മഴ കുറഞ്ഞത് കൊണ്ട് കാരണം മാത്രം ഈ കുന്ന് നിൽക്കുന്നു. അതുമാത്രമല്ല, ഇതിപ്പോൾ 30% പണി മാത്രമേ ഇതിൽ പൂർത്തിയായിട്ട്, ഇനിയും 70% പണി പൂർത്തീകരിക്കേണ്ടത്. എത്രയും പെട്ടെന്ന് പണി തീർത്തില്ലെങ്കിൽ അതുപോലെ തന്നെ പരിസര പ്രദേശത്തേക്ക് നമ്മളെ കണക്കത്തെ അടുത്ത് താമസിക്കുന്നവർക്കെല്ലാം വൻ ബുദ്ധിമുട്ടായിരിക്കും. വീരമലയുടെ മുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും പതിവാണ്. മഴ ശക്തമായാൽ മുകളിൽ കൂട്ടിയിട്ട ഇളകിയ മണ്ണ് ഉൾപ്പെടെ താഴേക്ക് ഒഴുകിയെത്തും. വീരമലക്കുന്നിൽ നിന്ന് ദേശീയപാതയിലേക്ക് ഇനിയൊരു മണ്ണിടിച്ചിൽ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ നടപടി ജില്ലാ ഭരണകൂടത്തിന്റെയും ദേശീയപാത അതോറിറ്റിയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വീരമലക്കുന്നിന് സമാനമാണ് മട്ലായ് കുന്നിലെയും ചട്ടഞ്ചാൽ ബേവിഞ്ചയിലെയും പ്രദേശം. ദേശീയപാത കടന്നുപോകുന്ന ഈ പ്രദേശങ്ങളിലെല്ലാം വലിയ മണ്ണിടിച്ചിൽ ഭീഷണിയാണ് നിലനിൽക്കുന്നത്. മേഘ കൺസ്ട്രക്ഷനാണ് ഇവിടെ കരാർ ഏറ്റെടുത്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ആശങ്ക ഇത് പരിഹരിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഒരു നടപടിയുമില്ല. ദുരന്തങ്ങൾ ഉണ്ടായാൽ മാത്രം ഓടിയെത്തുന്നതാകരുത് ഇത്തരത്തിലുള്ള സന്നാഹം എന്ന് എടുത്തു പറയുന്നു ഇവിടെയുള്ള ആളുകൾ. എന്തായാലും
കാലവർഷം ശക്തി പ്രാപിക്കും മുമ്പ് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ കഴിയുന്നത്. കാസർഗോഡ് നിന്നും KV ബൈജു, ന്യൂസ് 18. സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും ഇത്തരം അപകട ഭീതിയുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതേസമയം ഇടുക്കിയും ഇത്തരത്തിൽ അപകട സാധ്യതയുള്ള ജില്ലകളിൽ ഒന്നാണ്. നിരന്തരമായി വാർത്തകൾ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെയായി ബന്ധപ്പെട്ട വാർത്തകൾ ഇടുക്കിയിൽ നിന്ന് നമ്മൾ കേൾക്കാറുള്ളതാണ്. മൂന്നാർ CSI പള്ളിക്ക് സമീപം മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന ദേശീയപാതയിൽ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. ടെക്നിക്കൽ കമ്മിറ്റിയുടെ ശുപാർശയെ തുടർന്നാണ് ജില്ലാ ഭരണകൂടം വൺ വേ ഗതാഗതത്തിന് അനുമതി നൽകിയത്. അടിമാലി ഭാഗത്ത് നിന്നുള്ള വാഹനങ്ങൾക്ക് ദേശീയപാത വഴി നേരിട്ട് മൂന്നാർ ടൗണിലേക്ക് പ്രവേശിക്കാം. മാട്ടുപ്പെട്ടി മറയൂർ ഭാഗത്ത് നിന്നുമുള്ള വാഹനങ്ങൾ ദേവികുളം റൂട്ടിലെ ചെറിയ പാലം കടന്ന് പുതിയ പാലം വഴി അടിമാലിയിലേക്ക് പോകണം. ഗതാഗതം സുഗമമാക്കാൻ സ്ഥലത്ത് പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, ദേശീയപാത അതോറിറ്റി വകുപ്പുകളുടെ പ്രത്യേക നിരീക്ഷണം ഉണ്ട്. റോഡിന്റെ ഇരുവശങ്ങളിലും ബാരിക്കേഡുകളും മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് വാഹനങ്ങൾ നിർത്താനോ യാത്രക്കാർ വാഹനത്തിൽ നിന്ന് ഇറങ്ങാനോ പാടില്ല. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളിൽ ഈ ഭാഗത്തെ ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുമെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.